ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 10. ചേച്ചി. മഹാദേവൻ്റെ സന്ധ്യയ്ക്കുള്ള ദീപാരാധന തൊഴുതതിന് ശേഷം തോളിൽ ഊരിയിട്ടിരിക്കുന്ന ഷർട്ടുമിട്ടുകൊണ്ട് പടികൾ ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് ആൽത്തറയുടെ ചുവട്ടിൽ ആരെയോ കാത്തെണ്ണവണ്ണം നിൽക്കുന്ന വിമലയെ അവൻ കണ്ടത്. വിളികേട്ട് നോക്കിയ അവർ ഭദ്രനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. തൊഴുതു കഴിഞ്ഞോ? അവൻ അരികിലേക്ക് ചെന്ന് കുശലം ചോദിച്ചു. ദാ തൊഴുതെട്ടിപ്പോയി ഇറങ്ങിയതേയുള്ളൂ, വിമല മറുപടി നൽകി. വിമലേച്ചി. അവൻ എന്തോ പറയുവാനെന്ന വണ്ണം അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ ഭദ്രൂട്ട? അത് ചോദിക്കുമ്പോൾ വിമലയുടെ മുഖം ചുളിഞ്ഞിരുന്നു, ഒട്ടൊരു സംശയത്തോടെ. അത് ഞാൻ പാർവതിയെ പറ്റിപ്പോയതാ ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഒട്ടൊരു വല്ലായ്മയോടെ അവൻ പറഞ്ഞു നിർത്തി. അതെനിക്ക് മനസ്സിലായ ഭദ്രൂട്ട, അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ മനസ്സ് പുണ്ണാക്കണ്ട, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിമലയൊന്ന് ചിരിച്ചു. ചേച്ചിക്ക് എന്നോട് ഒട്ടും ദേഷ്യമില്ലേ? ഭദ്രന് അതിശയം തോന്നി. എനിക്കെന്തിനാ എൻ്റെ ഭദ്രൂട്ടിനോട് ദേഷ്യം? അവളെപ്പോലെ തന്നെയാ നീയും എനിക്ക്. വിമല അവൻ്റെ കൈക്ക് മുകളിൽ സ്നേഹത്തോടെ ഒന്ന് തലോടി. എന്നാലും സങ്കടമുണ്ട് കേട്ടോ, കുഞ്ഞിലെ തൊട്ടൊന്ന് നുള്ളിപ്പോലും നോവിക്കാതെ ഞാൻ വളർത്തിയ കുട്ടിയാണവൾ. വിമലയുടെ കണ്ണുകളിലെ നനവ് ആ ഇരുട്ടിലും തിളങ്ങുന്നുണ്ടോ എന്ന് ഭദ്രന് സംശയം തോന്നി. ഞാൻ സോറി ചേച്ചി, എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണ്. കുറ്റബോധം കൊണ്ടവൻ നീറിപ്പുകഞ്ഞു. അതൊന്നും ഇനി ആലോചിക്കണ്ട, കഴിഞ്ഞില്ലേ അതൊക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരവനെ സ്വാന്തനിപ്പിക്കാനായി ശ്രമിച്ചു. കുറച്ച് നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി. വീട്ടിലേക്കല്ലേ? ഭദ്രൻ ചോദിച്ചു. അതെ, നിന്നെ കാത്തു നിന്നാ ഞാൻ. നേരെ ഇത്തിരി ഇരുട്ടിയില്ലേ? എന്നാ പോയേക്കാം. ആൽത്തറയ്ക്കപ്പുറം നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വിമലയെ നോക്കി അനുവാദം ചോദിച്ചവൻ. അവർ പുഞ്ചിരിയോടെ അവൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നപ്പോൾ ഒരിരമ്പലോടെ ആ വണ്ടി ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പാഞ്ഞു. മംഗലശ്ശേരി തറവാട്ടിൻ്റെ മുൻപിൽ അവൻ്റെ ബുള്ളറ്റ് വന്ന് നിൽക്കുമ്പോഴേക്കും കൃഷ്ണൻ അവരെയും കാത്ത് പടിപ്പുരയിൽ അക്ഷമയോടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത്രയും താമസിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ? അച്ഛൻ്റെ കരുതലോടെയുള്ള ശാസന കേട്ടുകൊണ്ടാണ് വിമല വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ഞാൻ നേരത്തെ തൊഴുതു കഴിഞ്ഞതാ അച്ഛാ, ഇവൻ്റെ കൂടെ വരാൻ വേണ്ടി കാത്തു നിന്നതാ. കൃഷ്ണൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിമല പറഞ്ഞു. ഭദ്ര, പാറുവിൻ്റെ അഡ്മിഷൻ്റെ കാര്യം എന്തായി? കൈ രണ്ടും ഏണിന് കുത്തി പടിപ്പുര വാതിലിൽ ചാരി നിന്നുകൊണ്ടാണ് കൃഷ്ണൻ അവനോടത് ചോദിച്ചത്. ഞാനത് മാനേജ്മെൻറ്റിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കൃഷ്ണമാമേ. 2 ദിവസത്തിനകം സർട്ടിഫിക്കറ്റുമായി പാർവതി അങ്ങോട്ടേക്ക് ചെന്നാൽ മതി. അവൻ ഭവ്യതയോടെ മറുപടി നൽകി. എന്നാൽ അങ്ങനെയാവട്ടെ. അയാൾ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. എങ്കിൽ ഞാൻ പോട്ടെ ചേച്ചി, നാളെ കോളേജിൽ പോകാനുള്ളതാ. അവൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വിമലയെ നോക്കിയപ്പോൾ അവർ തലയാട്ടി സമ്മതം നൽകി. ഭദ്രൻ ചെമ്പകശ്ശേരിയുടെ ഗേറ്റും കടന്ന് വീടിനുള്ളിലേക്ക് കയറി പോകുന്നത് വരെ വിമല അവിടെ നിന്നു കരുതലോടെ. അവരപ്പോൾ അവൻ്റെ ചേച്ചി മാത്രമായിരുന്നു. ശേഷം പടിപ്പുര അടച്ചിട്ട് അവർ തറവാടിനുള്ളിലേക്ക് കയറി. പാർവതി, ഡിന്നർ കഴിഞ്ഞുവോ? രോഹിത്തിൻ്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളി, അത്രമാത്രം. നിന്റെ സങ്കടമൊന്നും ഇതുവരെ തീർന്നില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അതങ്ങനെ തീരുമെന്ന് രോഹിത്തിന് തോന്നുന്നുണ്ടോ? പാർവിൽ അവൻ്റെ ആ ചോദ്യം നീരസം ഉളവാക്കി. നീ എന്താ പാറു ഇങ്ങനെ? കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിച്ചൂടെ? എന്തായാലും നീ അവിടെ തന്നെ പഠിക്കണം. എങ്കിൽ പിന്നെ അതുമായി പൊരുത്തപ്പെടാൻ ഉള്ളതിന് പകരം ഇങ്ങനെ ദേഷ്യം ഉള്ളിൽ വെക്കുന്നത് നല്ലതല്ല കേട്ടോ. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ അങ്ങോട്ടേക്ക് പോയത്? രോഹിത്തിൻ്റെ ചോദ്യങ്ങൾ ശരിയായതിനാൽ തന്നെ അവൾ മൗനം പാലിച്ചു. ശരിയാണവൻ പറഞ്ഞത്. പോരുമ്പോൾ തന്നെ അറിയാമായിരുന്നു
തൻ്റെ ശിഷ്ട ജീവിതവും തുടർ പഠനവും ഇവിടെ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇന്നിപ്പോൾ അപ്പൂപ്പൻ കോളേജ് സീറ്റ് ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. വല്ലാത്തൊരു അസ്വസ്ഥത. പാർവതി, നീ എന്താ ഒന്നും പറയാത്തെ? കേരളത്തിലെ കോളേജ് വളരെ നല്ലതാണടോ. നീയൊന്ന് ഉഷാറാവ്. എന്നിട്ട് ഇങ്ങനെ മൂടി കുത്തിയിരിക്കാതെ ആ പഴയ പാർവതി ആവാൻ നോക്ക്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എല്ലാം ശരിയാവും. അവൻ്റെ ആശ്വാസവാക്കുകൾ പാർവിനെ തെല്ലു വീശിയില്ല. പിന്നെ കോളേജ്, അതിൻ്റെ കാര്യമൊക്കെ നാളെ അങ്ങോട്ടേക്ക് ചെന്നാലേ അറിയാൻ പറ്റൂ. എന്തായാലും ഈ പട്ടിക്കാട്ടിലെ കോളേജല്ലേ, വലിയ മെച്ചമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ജനലരികിലേക്ക് പതിയെ നടന്നു. എടി, നീ ഇങ്ങനെ മുൻവിധികളൊന്നും എടുക്കാതെ, എല്ലാം നന്നായി വരും. രോഹിതിൻ്റെ വാക്കുകൾ തള്ളിക്കളയാൻ താല്പര്യമില്ലാത്തതിനാൽ അവൾ പിന്നീടൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. വെറുതെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. എങ്കിൽ പോയി കിടന്നോ. ഗുഡ് നൈറ്റ് പാർവതി. ഗുഡ് നൈറ്റ് രോഹിത്. അവൻ വിഷ് ചെയ്തപ്പോഴേക്കും അവളും തിരിച്ചു പറഞ്ഞു. കോള് കട്ട് ചെയ്തിട്ട് കട്ടിലേക്ക് കിടക്കുവാനായി തിരിയുമ്പോഴാണ് ഭദ്രൻ്റെ മുറിയിലേക്ക് അവളുടെ നോട്ടം പോയത്. മുറിക്കുള്ളിൽ വെളിച്ചം ഉണ്ടായിരുന്നതിനാൽ ആള് കട്ടിലിരിക്കുന്നത് പാറുവിന് വ്യക്തമായി കാണാൻ സാധിച്ചു. ഇയാൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അവൾ കൂലങ്കുഷിതമായി ആലോചിച്ചു. കൊടിയുടെ കാര്യം എന്തായോ ആവോ, ലക്ഷ്മിയമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയോ എന്തോ. അവളുടെ ചിന്തകൾ അതിനെക്കുറിച്ച് മാത്രമായിരുന്നപ്പോൾ. ഇന്നിപ്പോൾ കൈ കുപ്പിയൊന്നുമില്ല, ഏതാണ്ടൊക്കെ ഒരു ബുക്കിൽ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അയാളെ തന്നെ നോക്കി നിന്നു. ഇനിയും നല്ലവനായ ഭദ്രൻ്റെ എന്തെങ്കിലും ചീത്ത സ്വഭാവങ്ങൾ തനിക്ക് കണ്ടുപിടിക്കുവാൻ പറ്റുമോ എന്നുള്ള ദുരാശയിൽ അവൾ ഫോണുമായിട്ടാണ് റെഡിയായി നിന്നത്. പക്ഷേ പാറു ഉദ്ദേശിച്ചതുപോലെ അന്നൊന്നും ഉണ്ടായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇട്ടിരുന്ന ടീഷർട്ട് ആൾ തലവഴി ഊരുന്നത് കണ്ടു. അയ്യേ! പെണ്ണൊറ്റ കണ്ണ് അടച്ചു പൂട്ടി. ഇയാളെന്തിനായിപ്പോൾ ടീഷർട്ട് ഊരിക്കളഞ്ഞേ? പിറുപിറുത്തുകൊണ്ട് അവൾ കണ്ണു തുറന്നു. എന്തൊക്കെയാണേലും ബോഡി കാണാൻ പൊളിയാണ്. അവൻ്റെ വീതിയുള്ള നെഞ്ചും ഉറച്ച ശരീരവും ബലിഷ്ഠമായ കൈകളും കണ്ണിലുടക്കിയപ്പോൾ പാർവതിയുടെ നാവിൽ നിന്നും അറിയാതെ പുറത്തേക്ക് ചാടിയതാണ് ആ വാക്കുകൾ. ഡാം ഹോട്ട്. അവൾ ഒരു നിമിഷം അവനെ കണ്ണിമ വെട്ടാതെ നോക്കിയെന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭദ്രൻ അവൻ്റെ ജനാലയിൽ കൂടി തൻ്റെ മുറിയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. മുഖമൊക്കെ ഒരു കൊട്ട പോലെ കയറ്റി വെച്ചിട്ടുണ്ട്. നോക്കി നിന്ന് ചെറിയുന്നവനെ അവളും തിരിച്ച് ദേഷ്യത്തോടെ ഉറ്റുനോക്കി. പട്ടിക്കാട്ടിലെ കാലോടെ. അരിശത്തോടെ അവനെ നോക്കി അണപ്പല്ല് ഞെരിച്ചവൾ. ഞാനാണ് ഇയാളുടെ കുടി വീഡിയോ പകർത്തിയെന്ന് ഇനി ലക്ഷ്മിയമ്മ എങ്ങാനും ഇയാളോട് പറഞ്ഞായിരിക്കുമോ? ഭദ്രൻ്റെ ദേഷ്യത്തോടെയുള്ള മുഖം അവളിൽ പല സംശയങ്ങളും ജനിപ്പിച്ചു. അപ്പുറം നിൽക്കുന്നവൻ്റെ മുഖത്ത് പുച്ഛഭാവം വിരിയുവാനായി തുടങ്ങിയപ്പോഴേക്കും അതിനപ്പുറം പുച്ഛഭാവം ഇട്ടിട്ട് അവൾ മുറിയുടെ ജനൽപ്പാളികൾ ഒട്ടൊരു ദേഷ്യത്തോടെ വലിച്ചടച്ചു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. കഴിഞ്ഞ 10-15 ദിവസങ്ങളായി സ്റ്റോറിയൊന്നും ഇല്ലാതിരുന്നതിൻ്റെ കാരണം ഞാനൊന്ന് നാട്ടിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ആണ്ടും പൂജകളും ഒക്കെ ആയിരുന്നു. അതിനൊക്കെ അപ്പുറം അനിയൻ്റെ കല്യാണ റിസപ്ഷനായിരുന്നു. സോ ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് തിരികെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ. കഥകളൊക്കെ ഇന്ന് തൊട്ട് ഞാൻ മുറയ്ക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് ആർക്കും നീരസമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗങ്ങൾക്കായി നാളെ കാത്തിരിക്കൂ.